ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യുന്നത് ഒരു ട്രാവൽ ടോയ്ലറ്ററി ബാഗ് ആണ്. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അധികം നമ്മളുടെ ടോയ്ലറ്ററി ഐറ്റംസ് ഒക്കെ കൂടെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഐറ്റംസ് ഒക്കെ നമ്മളുടെ മെയിൻ ട്രാവൽ ബാഗിൻ്റെയോ അല്ലെങ്കിൽ വാനിറ്റി ബാഗിൻ്റെയോ ഹാൻഡ് ബാഗിൻ്റെയോ ഒക്കെ പല പോക്കറ്റ്സിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വെക്കാറ്. എന്നാൽ പെട്ടെന്ന് ഇതിലെ ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കാൻ മറന്നു പോയോ എന്ന് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഒരു പെർട്ടിക്കുലർ ഐറ്റം എടുക്കാൻ ബാഗ് മൊത്തം തിരഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയും വരാറുണ്ട്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ടോയ്ലറ്ററി ബാഗ് ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ബാഗ് അതിനുള്ള ഒരു പോംവഴിയാണ്. ഒരുപാട് സ്പേഷ്യസും കോമ്പാക്റ്റും ആയിട്ടുള്ള ഒരു ടോയ്ലറ്ററി ബാഗ് ആണിത്. ഫോൾഡബിൾ ആണ്. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, അഫോർഡബിളും ആണ്. ഇത് കാണാൻ ചെറുതാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. ഈ ബാഗിന് മെയിനായി 3 പോക്കറ്റ്സ് ഉണ്ട്. ഈ കാണുന്ന ഫ്രണ്ട് പോക്കറ്റും 2 സൈഡ് പോക്കറ്റ്സും ആണ്. ഒരു സൈഡ് പോക്കറ്റിന് ഇങ്ങനെയൊരു മിനി പോക്കറ്റ് ഉണ്ട്. ബാക്ക് സൈഡ് ക്ലീൻ ആണ്, പോക്കറ്റ്സ് ഒന്നുമില്ല. ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രാവൽ ലഗേജ് ബാഗിൽ വെക്കാൻ പറ്റും. ഇത് ക്യാരി ചെയ്യാൻ മുകളിലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈസിയായി ക്യാരി ചെയ്യാം. ഓരോ പോക്കറ്റിനും 2 സിബ് വീതം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ബാഗിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഡെപ്ത് വരുന്നത് 4.1 ഇഞ്ച്, ലെങ്ത് 9.1 ഇഞ്ച്, വിഡ്ത്ത് 8.1 ഇഞ്ച്. ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ ബാഗിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാഗ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ പോക്കറ്റ്. ഈ പോക്കറ്റിനകത്താണ് ഒരുപാട് അറകളുള്ളത്. ഈ ഒരു സെക്ഷനിലാണ് ഒരുപാട് ഐറ്റംസ് ഒരുമിച്ച് വെക്കാൻ പറ്റുന്നത്. സെപ്പറേറ്റ് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരുപാട് പോക്കറ്റ്സ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഈ ഒരു പോക്കറ്റ് എത്രത്തോളം സ്പേഷ്യസ് ആണ് എന്നത്. ഈ ബാഗിന്റെ മെറ്റീരിയൽ വാട്ടർ പ്രൂഫ് ആണെന്ന് ഇതിന്റെ ഡീറ്റെയിൽസിൽ പറയുന്നുണ്ട്. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഞാനിപ്പോൾ വെച്ച് കഴിഞ്ഞു. വേണമെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇനിയും വെക്കാം. അതിനുള്ള സ്പേസും കൂടി ഉണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ ഈ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇങ്ങനെ 2 സൈഡിലെ പോക്കറ്റ്സിലും ലെങ്തി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. താഴെ ഒരു പോക്കറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒന്നും താഴെ വീഴില്ല. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കും. ഇവിടെ ട്രാൻസ്പെറന്റ് പൗച്ച് ആയതുകൊണ്ട് എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് എളുപ്പം കാണാം. ഹെയർ ബാൻഡ്, അങ്ങനെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇതിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. സേഫ്റ്റി പിൻ, ഹെയർ ആക്സസറീസ് ഒക്കെയാണ് ഞാനിപ്പോൾ ഈ ഒരു പൗച്ചിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് നമുക്കിതൊക്കെ എടുക്കാനും എളുപ്പമാണ്. ഈ 2 ട്രാൻസ്പെറന്റ് പൗച്ചിലും സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സിബ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പോക്കറ്റിൽ ടവൽ, ഷാംപൂ, ഷവർ ജെൽ, ഫേസ് വാഷ്, ഹെയർ സിറം, നെയിൽ പോളിഷ് റിമൂവർ, പോക്കറ്റ് ടിഷ്യൂ ഉണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഞാനിപ്പോൾ ഈ ഒരു വലിയ പൗച്ചിൽ അറേഞ്ച് ചെയ്തത്. പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ബോക്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഈ സ്റ്റോൺസിനൊന്നും
ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. ഓരോ ഐറ്റംസും സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പല ഐറ്റംസും പാക്ക് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും വലിയ ഒരു തലവേദന. എത്ര ദിവസത്തെ ട്രാവലാണ് അതിനനുസരിച്ച് നമുക്ക് ഈ ബാഗ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നതൊക്കെ കുറച്ച് വലിയ ബോട്ടിൽസ് ഒക്കെ തന്നെയാണ്. ട്രാവൽ ചെയ്യുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ബാഗ്. നിങ്ങൾ കണ്ടു കാണും, ഇത്രയും ഐറ്റംസ് ഒരു സാധാരണ പൗച്ചിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 2-3 കിറ്റൊക്കെ വേണ്ടി വരും. പിന്നെ നമ്മൾക്ക് വേണ്ട ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന് വേണ്ടി അത് എവിടെയാണ് പാക്ക് ചെയ്ത് വെച്ചത് എന്ന് കണ്ടുപിടിക്കാൻ ആ കിറ്റുകളെല്ലാം തിരഞ്ഞു നോക്കേണ്ടിയും വരും. പക്ഷേ ഈ നമ്മൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇപ്പം ഒരേ ബാഗിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റി. ഒന്നിനും വേണ്ടി തിരഞ്ഞു നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓരോരുത്തരുടെയും യൂസിനനുസരിച്ച് എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്കിതിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു ചെറിയ പോക്കറ്റിൽ പെട്ടെന്ന് ആവശ്യമുള്ള സാനിറ്റൈസർ വെക്കാം. ഈ ടവൽ കുറച്ച് വലുതാണ്. ഞാനിങ്ങനെ അത് ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫേസ് വാഷ് ചെയ്താൽ അതൊന്ന് പെട്ടെന്ന് തുടയ്ക്കാനൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ടവലാണിത്. ഞാനിത് ഡെക്കത്ലോൺ എന്നാണ് വാങ്ങിച്ചത്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതിങ്ങനെ നന്നായി ഫോൾഡ് ചെയ്താണ് ഈ ബാഗിൽ അറേഞ്ച് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് ഇത്. ഞാനിത് ഓർഡർ ചെയ്തപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ ഒരു ബാഗിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന്. ഇത്രയും ഐറ്റംസ് ഇങ്ങനെ ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ആഫ്റ്റർ യൂസ് ഈ ബാഗിനെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്യണം എന്ന്. ഈ ബാഗിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ ഒരു ഹുക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെഡിയാകുന്ന സമയത്ത് ഈ കാണുന്ന ഹുക്ക് ഉപയോഗിച്ച് ഹാങ് ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബാഗ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ബാഗിനുള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് ബാഗ് ക്ലോസ് ചെയ്താൽ മതി. ഈ ഒരു ബാഗ് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. പല കളേഴ്സും അവൈലബിൾ ആണ്. ആമസോൺ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ അറിയാൻ പറ്റും. ഈ പ്രോഡക്റ്റ് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ താഴെ കമൻറ്റ് ചെയ്ത് പറയണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക.